ചിത്രം ഇന്ന് പുതിയൊരു താരത്തിന്റെ വിശേഷങ്ങളുമായിട്ടാണ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത്. മലയാളികളുടെ പ്രിയപ്പെട്ട താരം ജയറാമിന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. മലയാളികൾക്കെല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു നടനാണ് ജയറാം. മലയാള സിനിമാ പ്രേമികൾക്കിടയിൽ നിരവധി താരങ്ങൾക്ക് ആരാധകരുണ്ട്. എന്നാൽ അവരെല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു നടനാണ് ജയറാം. ഒരു നടൻ എന്നതിലുപരി ചെണ്ടക്കാരനും മിമിക്രിക്കാരനും സർവോപരി തികഞ്ഞ മലയാളിയുമായ ജയറാം. സൂപ്പർ സ്റ്റാറും മെഗാസ്റ്റാറും ആക്ഷൻ സ്റ്റാറും ഒക്കെ അരങ്ങുമാണിടുന്ന കാലത്താണ് സ്വസിദ്ധമായ അഭിനയ ശൈലിയിലൂടെ ജയറാം ഫാമിലി സ്റ്റാർ എന്ന തന്റെ ഇരിപ്പിടം ഉറപ്പിച്ചത്. ജനപ്രിയ നായകൻ, കുടുംബനായകൻ എന്നിങ്ങനെയുള്ള വിശേഷണങ്ങൾ മലയാളികൾ ജയറാമിന് നൽകിയിട്ടുണ്ട്. ആ വിശേഷണങ്ങൾ ഏതായാലും ജയറാമിന് യോജിക്കുന്നവയുമായിരുന്നു. കാരണം ജയറാം സിനിമകൾക്ക് കൂടുതലും തിയേറ്ററിൽ എത്തിയിരുന്നത് കുടുംബ പ്രേക്ഷകർ തന്നെയായിരുന്നു. സകുടുംബം സിനിമ കാണാൻ തിയേറ്ററിലെത്തുന്ന ഒരു പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം വേണ്ടുന്നവയെല്ലാം ഒരുക്കി വെച്ചിട്ടുള്ള ഒരു സദ്യ തന്നെയായിരുന്നു ജയറാം സിനിമകൾ. അല്ല, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു. നമുക്ക് പുറത്തേക്ക് എവിടെയെങ്കിലും ഒന്ന് മാറി നിന്ന് സംസാരിക്കാം. മറ്റേതൊരു താരത്തിന്റെയും ചിത്രങ്ങൾ എടുത്തു നോക്കിയാൽ അതെല്ലാം ഏതാണ്ട് ഒരേ സ്വഭാവത്തിലുള്ളവയായിരിക്കും. ആക്ഷൻ ചിത്രങ്ങൾ, റൊമാൻറ്റിക് ചിത്രങ്ങൾ, കുടുംബ ചിത്രങ്ങൾ, കോമഡി ചിത്രങ്ങൾ, ത്രില്ലർ ചിത്രങ്ങൾ എന്നിങ്ങനെ പോകുന്നു ആ വിശേഷണങ്ങൾ. എന്നാൽ ഈ വിശേഷണങ്ങളെല്ലാം ഒത്തുചേരുന്നവയായിരുന്നു ജയറാമിന്റെ ഓരോ ചിത്രങ്ങളും. നല്ല കടുപ്പത്തിലൊരു ചായ. അതിന് ശബ്ദത്തിൽ എന്തിനാ ഇത്ര കടുപ്പം? കുറച്ച് സംസാരം, കൂടുതൽ പ്രവൃത്തി. പോയി ചായ എടുക്ക്. ഏതു പ്രായക്കാർക്കും ആസ്വദിക്കത്തക്ക രീതിയിൽ ഒരു കംപ്ലീറ്റ് എന്റർടൈൻമെന്റ് പാക്കേജ് തന്നെയായിരുന്നു ജയറാമിന്റെ ഓരോ സിനിമകളും. സിനിമയെ ഒരു വാണിജ്യ മേഖല എന്ന തരത്തിൽ പലപ്പോഴും മുന്നോട്ട് നയിക്കുന്നത് സൂപ്പർ താരങ്ങളുടെ താരമൂല്യം കൂടെയാണ്. അങ്ങനെയാണെങ്കിൽ മലയാളത്തിലെ സൂപ്പർ താരങ്ങളിൽ നാലാമൻ എന്ന വിളിക്ക് പലപ്പോഴും അർഹനായിട്ടുണ്ട് ജയറാം. 3.5 പതിറ്റാണ്ടായുള്ള അഭിനയ ജീവിതത്തിനിടയിൽ ദീർഘകാലത്തോളം വാണിജ്യ മൂല്യമുള്ള നായകനായി തിളങ്ങാൻ ജയറാമിന് സാധിച്ചിട്ടുണ്ട്. പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരം എന്നതുപോലെ തന്നെ സംവിധായകരുടെയും നിർമ്മാതാക്കളുടെയും പ്രിയപ്പെട്ട നടനും കൂടിയാണ് ജയറാം. അപ്പോ തിരുവനന്തപുരത്തിന്റെ ഏതാണ്ട് കാര്യങ്ങളുടെ കിടപ്പൊക്കെ സ്വാമിക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ? ഒരുപാട് കാലത്തെ കഷ്ടപ്പാടിന്റെയും അധ്വാനത്തിന്റെയും ഫലമായി സിനിമയിലെത്തിയവർ ധാരാളമുണ്ട്. എന്നാൽ അവരിൽ പലർക്കും മികച്ച തുടക്കം ലഭിച്ചിരുന്നില്ല. എന്നാൽ അക്കാര്യത്തിൽ ഭാഗ്യവാനാണ് ജയറാം എന്ന് നമുക്ക് നിസ്സംശയം പറയാം. മലയാളത്തിന്റെ എക്കാലത്തെയും പ്രിയപ്പെട്ട എഴുത്തുകാരനും സംവിധായകനുമായ പത്മരാജൻ സിനിമകളിലൂടെയായിരുന്നു ജയറാമിന്റെ സിനിമാ പ്രവേശനം. അതും പത്മരാജൻ സിനിമകളിലെ നായകനായി. 1988 പുറത്തിറങ്ങിയ അപരൻ എന്ന ചിത്രത്തിലൂടെയായിരുന്നു അത് സംഭവിച്ചത്. ഏറെ ശ്രദ്ധിക്കപ്പെട്ട ആ സിനിമയ്ക്ക് ശേഷം ജയറാമിന് പിന്നീട് അങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. അയ്യോ, ഞാൻ രക്ഷപ്പെടാൻ നോക്കിയതല്ല മുതലാളി. അപ്പൊ ഞങ്ങൾ കണ്ടപ്പോ ഓടിയതാ? അയ്യോ, ഞാൻ ഓടിയതല്ല. അപ്പൊ ഞങ്ങൾ കണ്ടതോ? എന്നാ ഞാൻ ഒരു സത്യം പറയട്ടെ. ഇനി എന്തിനാ നീ സത്യം ഒന്ന് പറയുവോ? സിനിമയിൽ എത്തുന്നതിന് മുൻപ് തന്നെ ഒരു മിമിക്രി കലാകാരൻ എന്ന നിലയിൽ താരമായി മാറിക്കഴിഞ്ഞിരുന്നു ജയറാം. അക്കാലത്ത് കാണികൾക്കിടയിൽ പുതിയ അനുഭവം സൃഷ്ടിച്ചിരുന്ന മിമിക്രി എന്ന കലാരൂപത്തിലൂടെ കടന്നു വന്ന ജയറാം സിനിമയിലും കാണികളെ എങ്ങനെ കയ്യിലെടുക്കണമെന്ന് വളരെ വേഗം പഠിച്ചു. കോമഡി രംഗങ്ങളിൽ അസാധ്യ വഴക്കവും ടൈമിങ്ങുമുള്ള ആളായി മാറി ജയറാം. അത് എനിക്ക് നല്ല സുഖമില്ല, പിന്നെ പോരാത്തിന് ഇതൊക്കെ വെറും അന്ധവിശ്വാസങ്ങളല്ലേ. കേവലം ഒരു നടൻ എന്ന നിലയിൽ മാത്രം മാറ്റി നിർത്താവുന്ന കലാകാരനല്ല ജയറാം. കലാപരമായ വിവിധ ഇനം കഴിവുകളുള്ള ചുരുക്കം ചില നടന്മാരിൽ ഒരാൾ കൂടിയാണ് ജയറാം. സിനിമയിലും സ്റ്റേജിലും പൊതുവേദികളിലുമൊക്കെ കാണികളെ രസിപ്പിക്കുവാൻ ജയറാമിന് സാധിക്കും. സ്വന്തം ഭാഷയായ മലയാളത്തിന് പുറമെ അന്യഭാഷകളിലും ആരാധകരെ സൃഷ്ടിക്കുവാൻ ജയറാമിന് സാധിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞ ദൈവത്തിന് എന്തൊക്കെ ജോലിയല്ലേ. മനുഷ്യനെ സൃഷ്ടിക്കണം, അവന് ഭക്ഷണം കൊടുക്കണം, ജോലി ഏർപ്പാടാക്കണം, കല്യാണവും നടത്തിച്ചു കൊടുക്കണം. ഒരു തമിഴ് ബ്രാഹ്മണ കുടുംബത്തിലെ സുബ്രഹ്മണ്യം തങ്കം ദമ്പതികളുടെ 3 മക്കളിൽ രണ്ടാമനായി 1964 ഡിസംബർ 10 എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിലാണ് ജയറാമിന്റെ ജനനം. വെങ്കിട്ടരാമനും മഞ്ജുളയുമാണ് ജയറാമിന്റെ സഹോദരങ്ങൾ. പ്രശസ്ത എഴുത്തുകാരൻ ശ്രീ മലയാറ്റൂർ രാമകൃഷ്ണന്റെ അനന്തരവും കൂടിയാണ് ജയറാം. കാലടിയിലെ ശ്രീശങ്കര കോളേജിലായിരുന്നു ജയറാമിന്റെ കോളേജ് വിദ്യാഭ്യാസം. വിദ്യാഭ്യാസ കാലത്തു തന്നെ മിമിക്രിയിൽ ജില്ലാതലത്തിൽ ധാരാളം പുരസ്കാരങ്ങൾ ജയറാമിന് ലഭിച്ചിട്ടുണ്ട്. കലാരംഗത്ത് കൂടുതൽ ശ്രദ്ധിക്കുന്നതിൽ ഇക്കാര്യങ്ങളൊക്കെയും ജയറാമിനെ കൂടുതൽ പ്രേരിപ്പിച്ചിട്ടുണ്ട്. ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റുമോ? എന്റെ കർത്താവേ, കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടന്നാൽ ഞാൻ എടപ്പള്ളി പുണ്യാളന് 100 മെഴുകുതിരി കത്തിച്ചോളാവേ. കോളേജ് വിദ്യാഭ്യാസത്തിന് ശേഷം മിമിക്രിയിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നതിനായിട്ട് ജയറാം കലാഭവനിൽ ചേർന്നു. എന്തായാലും ആ ഒരു തീരുമാനം ജയറാമിന്റെ ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവായി മാറി. പ്രശസ്ത എഴുത്തുകാരനും സംവിധായകനുമായ പത്മരാജന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് അക്കാലത്താണ്. പത്മരാജന്റെ അപരൻ എന്ന സിനിമയിലേക്കാണ് ജയറാമിന് അവസരം ലഭിക്കുന്നത്. ഒരു പത്മരാജൻ സിനിമയിൽ നായകനായി തന്റെ കരിയർ ആരംഭിക്കുവാൻ സാധിച്ചത് ജയറാമിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഭാഗ്യാനുഭവമായി മാറി. കുർബാന കഴിഞ്ഞപ്പോൾ വൈൻ മുഴുവൻ എടുത്ത് വീശിയില്ലേ?
നിനക്ക് മണം കിട്ടിയോ? എനിക്ക് കിട്ടി. പക്ഷെ എനിക്ക് വരുന്നില്ലല്ലോ. ഒരു സ്ക്വാച്ച് ഇരിപ്പുണ്ട്, രാത്രി മേടയിലോട്ട് എടുക്കട്ടെ. വൃത്തിയേട്ടവനെ, ഒരു ഇടവക ഭരിക്കുന്ന വികാരിയാണ് ഞാൻ. അപരനിൽ ഇരട്ട വേഷത്തിലാണ് ജയറാം അഭിനയിച്ചത്. ആദ്യ സിനിമയിൽ തന്നെ ഇരട്ട വേഷത്തിൽ അഭിനയിക്കുന്ന ഒരേയൊരു നടനാവും ജയറാം. തന്റെ ആദ്യ സിനിമയിൽ തന്നെ ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുക്കുവാൻ ജയറാമിന് സാധിച്ചു. മിമിക്രി സ്റ്റേജുകളിലുള്ള തഴക്കവും പഴക്കവും ജയറാമിനെ ഇതിന് സഹായിച്ചു എന്ന് നിസ്സംശയം പറയാം. അപരന്റെ വൻ വിജയത്തിന് ശേഷം നിരവധി അവസരങ്ങൾ ജയറാമിന് വന്നു തുടങ്ങി. സുലോചന എന്നുള്ള വിളി ഒരു രസമില്ല, അതുകൊണ്ട് ഞാൻ ഇനി സുലുവിനെ വിളിക്കൂ. അമ്മേ, എനിക്കും സുലുവിനും മധുരം കൂട്ടി 2 ചായ. തന്റെ കരിയറിന്റെ തുടക്കം മുതലേ മികച്ച സംവിധായകരുടെയും എഴുത്തുകാരുടെയും സിനിമകളിൽ അഭിനയിക്കുവാൻ ജയറാമിന് സാധിച്ചു. മികച്ച ചിത്രങ്ങളിലൂടെ വളരെ എളുപ്പത്തിൽ പ്രേക്ഷക ഹൃദയങ്ങളിലേക്ക് സ്ഥാനം നേടുവാനും ജയറാമിന് ഭാഗ്യമുണ്ടായി. ഒരു ഗ്യാരണ്ടിയുള്ള നടൻ എന്ന നിലയിലേക്ക് ജയറാം എളുപ്പത്തിൽ വളർന്നു. ജയറാമിന് ലഭിച്ചവയിൽ ഏറിയ പങ്കും കുടുംബ പശ്ചാത്തലത്തിലുള്ള സിനിമകളായിരുന്നു. അവയിൽ ഭൂരിഭാഗവും വിജയിപ്പിക്കുവാനും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. മിമിക്രിയിലുള്ള തന്റെ പാടവം സിനിമകളിൽ പ്രയോഗിക്കുവാനും അതുവഴി കാണികളെ ചിരിപ്പിക്കുവാനും ജയറാമിന് സാധിച്ചിട്ടുണ്ട്. ഒരു മിനിറ്റ്, ഈ സാധനത്തിലൂടെ കോഴിയും താറാവൊക്കെ ഇതൊക്കെ കേബിൾ ടിവിയുടെ വാടക ചേർത്തിയേ. കാശായിട്ട് മേടിക്കാൻ നിന്ന സ്റ്റുഡിയോ പൂട്ടേണ്ടി വരും അമ്മച്ചി. ഇതൊക്കെ ഒരു ടെക്നിക്കല്ലേ? മികച്ച ചിത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നതിൽ ജയറാം വിജയിച്ചു എന്ന് പറയുന്നതിനേക്കാൾ സത്യം മികച്ച സംവിധായകരുടെ കൈകളിലേക്ക് ജയറാം എത്തപ്പെട്ടു എന്ന് പറയുന്നതായിരിക്കും. പത്മരാജൻ, സത്യനന്ദിക്കാട്, കമൽ, രാജസേനൻ, സിബി മരേൽ തുടങ്ങിയ സംവിധായകർ ജയറാമിനെ സിനിമയിൽ നന്നായി ഉപയോഗിച്ചവരാണ്. പ്രേക്ഷക മനസ്സുകളിൽ എന്നും തങ്ങി നിൽക്കുന്ന രീതിയിലുള്ള ജയറാം സിനിമകൾ പുറത്തു വന്നതും ഇവരുടെ സംവിധാനത്തിലാണ്. ശ്രീനിവാസൻ എന്ന പ്രതിഭയോടൊപ്പവും ജയറാം നിരവധി മികച്ച സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഒന്നുമില്ല, പെട്ടെന്ന് എനിക്ക് ടെൻഷൻ ആവുമ്പോൾ സംസാരിക്കുമ്പോൾ ഇങ്ങനെ വിക്ക് വരും. തന്നെ വിനയത്തോടു കൂടിയുള്ള പെരുമാറ്റമാണ് ജയറാമിന്റെ മുഖമുദ്ര. സിനിമയിലെത്തുന്നതിന് മുൻപുള്ള ഒരു ഇന്റർവ്യൂ ഈ അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു. അതിലധികം ആളുകൾ ശ്രദ്ധിച്ചത് അദ്ദേഹത്തിന്റെ സംസാര രീതിയായിരുന്നു. അക്കാലത്ത് അദ്ദേഹത്തിന്റെ വിനയവും ലാളിത്യവും ഇന്നും ആ കലാകാരനെ വിട്ടുപോയിട്ടില്ല എന്നത് വളരെ പ്രധാനമാണ്. എങ്ങനെ മനസ്സിലാക്കിയത്? നീ തന്നെ പറഞ്ഞിട്ട് ആണോ? മിമിക്രി ലോകത്ത് നിന്നും സിനിമയിലെത്തിയ നിരവധി കലാകാരന്മാരുണ്ട് മലയാള സിനിമയിൽ. അതിൽ വലിയ വിജയങ്ങൾ നേടിയ ചുരുക്കം ചില നടന്മാരിൽ ഒരാളാണ് ജയറാം. മിമിക്രിയിൽ നിന്നും സിനിമയിലെത്തി ജനപ്രിയ നായകനായി മാറി നിരവധി സൂപ്പർ ഹിറ്റുകൾ നേടിയ ജയറാം ഇന്ന് രാജ്യത്തെ പരമോന്നത ബഹുമതികളിൽ ഒന്നായ പത്മശ്രീ നൽകി ആദരിക്കപ്പെട്ട കലാകാരനാണ്. നട്ടലുള്ളവർക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ സ്ഥലമാറ്റമൊക്കെ ഉണ്ടാവും അളിയ. അതില്ലാത്തവരാണ് ഒരേ സ്റ്റേഷനിൽ ഇങ്ങനെ കാലാകാലങ്ങളായിട്ട് അടിഞ്ഞു കിടക്കുന്നത്. ആണോ? അതളിയെ എനിക്കിട്ട് താങ്ങിയതാണെന്ന് എനിക്ക് മനസ്സിലായി. സിനിമയിലെ സൂപ്പർ സ്റ്റാറായ ജയറാമിനുള്ളതുപോലെ തന്നെ മിമിക്രി കലാകാരനായ ജയറാമിനും ധാരാളം ഫാൻസ് ഉണ്ട് എന്നും. തന്റെ മിമിക്രിയോടുള്ള അടങ്ങാത്ത അഭിനിവേശം കൈമോശം വരാൻ സൂക്ഷിക്കുന്ന നടനാണ് ജയറാം. മലയാള സിനിമയിലെ സൂപ്പർ താരങ്ങളിൽ ഒരാളായി നിറഞ്ഞു നിൽക്കുമ്പോഴും മിമിക്രി അവതരിപ്പിക്കാൻ അവസരം ലഭിച്ചാൽ എല്ലാം മറന്ന് സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന ജയറാമിനെ നമുക്ക് കാണാനാകും. മിമിക്രിയിലെ സ്ഥിരം കലാകാരന്മാരോട് ചോദിച്ച് പുതിയ നമ്പറുകൾ ജയറാം പഠിച്ചെടുക്കാറുണ്ടെന്ന് കോട്ടയം നസീർ ഈ അടുത്ത കാലത്ത് ജയറാമിനെ കുറിച്ച് പറയുകയുണ്ടായി. ജയറാമിന്റെ ഉള്ളിലെ കലാകാരന്റെ പൂർണ്ണ ആത്മാർത്ഥതയാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഒന്ന് ഉറങ്ങി എണീക്കുമ്പോഴത്തേക്ക് എല്ലാം ശരിയാവും. മിമിക്രി സ്റ്റേജുകളിൽ ജയറാമിന്റെ കരുത്തുറ്റ പ്രകടനങ്ങളിൽ ഒന്നാണ് പ്രേം നസീറിനെ അനുകരിക്കുമ്പോൾ കാണാനാവുന്നത്. ജയറാമിൽ നിന്നും വീണ്ടും വീണ്ടും പ്രേക്ഷകർ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു നമ്പർ കൂടിയാണ് ഇത്. നിത്യഹരിത നായകനായ പ്രേം നസീറിനെ ഒട്ടനവധി മിമിക്രി കലാകാരന്മാർ അനുകരിക്കാറുണ്ടെങ്കിലും ജയറാമിന്റെ അത്ര പെർഫെക്ഷനോട് കൂടി അനുകരിക്കുവാൻ മറ്റാർക്കും സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് സത്യം. അല്ല, നമുക്ക് ബെഡ്റൂമിലേക്ക് ഇരിക്കാം. വരൂ. ബെഡ്റൂമിലേക്ക് പോണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ വേണ്ടിയിട്ടാണ് അടുക്കളയിലേക്ക് വന്നത്. പ്രേം നസീറിന്റെ മകൻ ഷാനവാസ് തന്നെ ഇതൊരിക്കൽ ഒരു പൊതുവേദിയിൽ പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ ജയറാം പ്രേം നസീറിന്റെ ശബ്ദം അനുകരിക്കുമ്പോൾ തൊട്ടടുത്തിരുന്ന കണ്ണുകൾ അടച്ചുകൊണ്ട് തനിക്കത് കേൾക്കുവാൻ സാധിച്ചിരുന്നുവെന്നും അപ്പോൾ അച്ഛൻ തന്റെ അരികിലിരുന്ന് സംസാരിക്കുന്നതായി തനിക്ക് തോന്നിയെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ജയറാം സിനിമയിൽ എത്തുന്നതിന് മുൻപ് മിമിക്രി വേദികളിൽ പ്രശസ്തനായിരുന്നത് പലപ്പോഴും ലാലു അലക്സിനെ അനുകരിക്കുന്ന ചെറുപ്പക്കാരൻ എന്ന പേരിലായിരുന്നു. ലാലു അലക്സിനെ വളരെ ഭംഗിയായി അനുകരിക്കുന്നതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ആ ഒരു വിശേഷണം ലഭിച്ചത്. ഒരു സിനിമാ താരമായി മാറിയതിനു ശേഷവും ലാലു അലക്സിനെ ഭംഗിയായി അനുകരിച്ചുകൊണ്ട് പ്രേക്ഷകരെ പൊട്ടിച്ചിരിപ്പിച്ചിട്ടുണ്ട് ജയറാം. തന്നെ വിറ്റ കാശുകൊണ്ടാണ് ജയറാം ജീവിച്ചിരുന്നത് എന്നാണ് തമാശയായി ലാലു അലക്സ് ഇതിനോട് പ്രതികരിച്ചത്. അപ്പൊ തൊലിയെങ്കിലും എടുത്തിരിക്കട്ടെ. നീ അതൊന്ന് തുടച്ചു കളയുന്നുണ്ടോ? കണ്ടിട്ടൊരു ഭൂതത്തിനെ പോലെ ഇരിക്കുന്നു. നിരവധി താരങ്ങളെ ജയറാം വളരെ ഭംഗിയായി അനുകരിക്കാറുണ്ട്. എങ്കിലും ജയറാമിന്റെ മാസ്റ്റർ പീസുകളിൽ ഒന്നാണ് കമൽഹാസൻ. കേരളത്തിൽ അധികം ആരും കമൽഹാസനെ അനുകരിക്കാതിരുന്ന സമയത്താണ് ജയറാം അദ്ദേഹത്തെ അവതരിപ്പിച്ചു തുടങ്ങുന്നത്. കമൽഹാസന്റെ ശബ്ദം മാത്രമല്ല ഭാവവും കൂട്ടിക്കലർത്തി ജയറാം അതിനെ ഏറ്റവും മനോഹരമാക്കി മാറ്റി.
ജയറാമും കമൽഹാസനും ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ കൂടിയാണ്. ഒരുപക്ഷെ ഈ സൗഹൃദമായിരിക്കാം അദ്ദേഹത്തിന്റെ അനുകരണത്തെ കൂടുതൽ മനോഹരമാക്കാൻ പലപ്പോഴും സഹായിക്കുന്നത്. പിന്നെ കല്യാണം കഴിക്കാൻ എനിക്കൊറ്റ നിർബന്ധമേ ഉള്ളൂ. പെണ്ണിന് രസം ഇഷ്ടമായിരിക്കണം, രസം വെക്കാനും അറിയണം. തമിഴിലെ വില കൂടിയ താരമായ കമൽഹാസനുമായി മലയാളി താരം ജയറാമിനുള്ള ശക്തമായ സൗഹൃദം കണ്ട് പലരും അതിശയിക്കാറുണ്ട്. എന്നാൽ സത്യത്തിൽ ജയറാമിന്റെ കരിയറിനോളം പഴക്കമുണ്ട് ആ സൗഹൃദത്തിനും. മലയാളത്തിലും തമിഴിലുമായി കമൽഹാസനൊപ്പം നിരവധി ചിത്രങ്ങളിൽ ജയറാം അഭിനയിച്ചിട്ടുമുണ്ട്. 1989 ഇവരുടെ സൗഹൃദം ആരംഭിക്കുന്നത്. ആ വർഷം പുറത്തിറങ്ങിയ ചാണക്യൻ എന്ന മലയാള ചിത്രത്തിൽ കമൽഹാസനൊപ്പം ഒരു സുപ്രധാന വേഷത്തിൽ ജയറാം അഭിനയിച്ചിട്ടുണ്ട്. പഞ്ചതന്ത്രം, തെന്നാലി തുടങ്ങിയ സിനിമകളിൽ കമൽഹാസനൊപ്പം മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് ജയറാം കയ്യടി വാങ്ങി. ജയറാം നായകനായി എത്തിയ ഫോർ ഫ്രണ്ട്സ് എന്ന ചിത്രത്തിൽ അതിരിവേഷത്തിൽ കമൽഹാസൻ പ്രത്യക്ഷപ്പെട്ടതും ഇവരുടെ സൗഹൃദം ഒന്നുകൊണ്ട് മാത്രമായിരുന്നു. இந்த வின்சர் ஸ்வீட்ல 2 ஃப்ளவர் வாஸ் உடைஞ்சு போச்சு. இல்ல உங்க ஆள் இல்ல, நாங்க தான். நாங்க அதுக்கு பே பண்ணிடுறோம். இட்ஸ் an accident. ஓகே, ആക്സിഡന്റാ. സൗഹൃദങ്ങൾക്ക് കഴിവതും ഒരു ഉലച്ചിലും തട്ടാതെ സൂക്ഷിക്കുന്ന വ്യക്തിയാണ് ജയറാം. ജയറാമിന്റെ കരിയറിൽ പല വിജയങ്ങൾക്കും കാരണം അദ്ദേഹത്തിന്റെ ഈ ഒരു ക്വാളിറ്റിയാണ് എന്ന് നിസ്സംശയം പറയാം. സാമ്പാർ അമേരിക്കക്കാര് നിരോധിച്ചു എന്ന് മാത്രമല്ല, അവരിപ്പോ പുളിശ്ശേരി മെരിശ്ശേരി ഒക്കെ പ്രൊമോട്ട് ചെയ്തോണ്ടിരിക്കല്ലേ. അയ്യോ എന്നതുകൊണ്ട് കളഞ്ഞേക്കാം. മലയാളികൾ ഒരു നടനെ സൂപ്പർ സ്റ്റാർ ആകണമെങ്കിൽ അയാൾക്ക് താരപ്രഭ മാത്രം മതിയാകില്ല. അയാൾ തീർച്ചയായും ഒരു മികച്ച നടൻ കൂടിയായിരിക്കണം. അങ്ങനെ എല്ലാ തരത്തിലുമുള്ള ഭാവങ്ങളും നന്നായി പ്രതിഫലിപ്പിക്കുന്ന അഭിനയശേഷി അയാൾക്കുണ്ടായിരിക്കണം. ഇത് തന്നെയാണ് മറ്റു ഭാഷകളിൽ മലയാളത്തിലെ താരങ്ങൾക്ക് ലഭിക്കുന്ന ബഹുമാനത്തിന്റെ പ്രധാന കാരണവും. അങ്ങനെ മലയാളികളുടെ മനസ്സ് ജയിച്ച താരങ്ങളിൽ പ്രധാനിയാണ് ജയറാം എന്ന സൂപ്പർ സ്റ്റാർ. ഇതൊന്നും ചെയ്യാൻ ഇവിടെ സ്ത്രീകളാരുമില്ലേ? എന്റെ വകയിൽ ഒരു കുഞ്ഞമ്മയുണ്ട്, കൊണ്ടുവരട്ടെ. ജയറാം തന്റെ ഗുരുസ്ഥാനത്ത് കാണുന്ന സംവിധായകനാണ് പത്മരാജൻ. തന്നെ സിനിമയിലേക്ക് കൊണ്ടുവന്ന സംവിധായകൻ എന്നതുകൊണ്ട് മാത്രമല്ല അത്. അഭിനയ പാഠങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ജയറാമിന് മികച്ച സിനിമകളും കഥാപാത്രങ്ങളും നൽകി ജനഹൃദയങ്ങളിൽ സ്ഥാനമുറപ്പിച്ചു കൊടുക്കുകയും ചെയ്ത സംവിധായകനാണ് പത്മരാജൻ. അപരൻ എന്ന ആദ്യ സിനിമയ്ക്ക് ശേഷം ജയറാമിന് രണ്ടാമതായി ലഭിച്ച സിനിമയൊരുക്കിയതും പത്മരാജനായിരുന്നു. മൂന്നാം പക്കം എന്ന ആ സിനിമയിലൂടെ ജയറാമിന് ജനഹൃദയങ്ങളിൽ ഒരു സ്ഥാനമുറപ്പിച്ചു കൊടുക്കുവാനും പത്മരാജന് സാധിച്ചു. അക്കാലത്ത് നടന്ന ഒരു യഥാർത്ഥ സംഭവത്തെ അടിസ്ഥാനമാക്കി നിർമ്മിച്ച സിനിമയായിരുന്നു മൂന്നാം പക്കം. ആ ചിത്രത്തിന്റെ വൻ വിജയം പോലെ തന്നെ അതിലെ പാട്ടുകളും എക്കാലത്തെ മികച്ച ഗാനങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ചു. മഹാനടനായ തിലകന്റെ ഗംഭീര അഭിനയ പ്രകടനത്തിനും ഈ ചിത്രം സാക്ഷ്യം വഹിച്ചു. വൈദ്യുതി അമൂല്യമാണ്, അത് പാഴാക്കരുതെന്നാണ് വൈദ്യുതി ബോർഡിന്റെ പരസ്യം തന്നെ. വരാൻ പോകുന്നത് ഇരുണ്ട നാളുകളാണ്. മൂന്നാം പക്കം എന്ന സിനിമയ്ക്ക് ശേഷം പത്മരാജൻ ജയറാമിന് നൽകിയ മറ്റൊരു മികച്ച ചിത്രമാണ് ഇന്നലെ. ജയറാമും ശോഭനയും നായികനായകന്മാരായി അഭിനയിച്ച ഒരു മികച്ച പ്രണയ ചിത്രമാണ് ഇന്നലെ. ഇന്നും മലയാളികളുടെ മനസ്സിലെ ഇഷ്ട സിനിമകളിൽ ഒന്നായി അത് നിലനിൽക്കുന്നു. പത്മരാജൻ എന്ന സംവിധായകന്റെ അകാലത്തിലുള്ള മരണം ഒരു നടൻ എന്ന നിലയിൽ ജയറാമിനുണ്ടാക്കിയ നഷ്ടം വളരെ വലുതാണ്. ഇനി എങ്ങനെ മുന്നോട്ട് പോകണം, ഏതു തരത്തിലുള്ള സിനിമകൾ തിരഞ്ഞെടുക്കണം എന്നതിനെ പറ്റിയൊക്കെ ഒരു മാർഗദർശനം തരാൻ തനിക്ക് ആരുമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തപ്പെട്ടു എന്നാണ് ആ കാലഘട്ടത്തെ പറ്റി ജയറാം തന്നെ സൂചിപ്പിച്ചത്. ലേശം കുഴപ്പമുണ്ടോ? എന്നാൽ അങ്ങോട്ട് വരിക. ജയറാമിന്റെ സിനിമാ ജീവിതത്തിൽ പിന്നീട് ഒരു പ്രധാന ബ്രേക്കായി മാറുന്നത് രാജസേനൻ എന്ന സംവിധായകന്റെ കടന്നുവരവായിരുന്നു. രാജസേനോട് കൂടി ജയറാം ചെയ്ത ആദ്യ സിനിമയായ കടിഞ്ഞൂൽ കല്യാണം മുതൽ അങ്ങോട്ട് ആ കൂട്ടുകെട്ടിൽ പിറന്ന ഭൂരിഭാഗം ചിത്രങ്ങളും മലയാളം കണ്ട ഏറ്റവും വലിയ വിജയചിത്രങ്ങളായിരുന്നു. അയലത്തെ അദ്ദേഹം, കഥാനായകൻ, ആദ്യത്തെ കൺമണി, അനിയമ്പാവ ചേട്ടമ്പാവ, മേലേപ്പറമ്പിൽ ആൺവീട്, കൊട്ടാരം വീട്ടിൽ അപ്പൂട്ടൻ, മധുചന്ദ്രലേഖ തുടങ്ങിയ ഇവരുടെ സിനിമകൾ ജയറാമിന്റെ ജനപ്രീതി ഒന്നിനൊന്ന് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരുന്നു. കോമഡിയും കുടുംബരംഗങ്ങളും ഗാനങ്ങളും ഒക്കെ നിറഞ്ഞ് കുടുംബസമേതം കാണാൻ കഴിയുന്ന ചിത്രങ്ങളായിരുന്നു ഈ കൂട്ടുകെട്ടിലേറെയും. അയ്യോ, സാർ പറഞ്ഞാൽ ഏതാണ് കളി ഏതാണ് കാര്യം മനസ്സിലാവില്ല സാർ. അശോക ഉടക്കരുത്. കുടുംബചിത്രങ്ങളുടെ സംവിധായകൻ എന്ന് പേരെടുത്ത സത്യനന്ദിക്കാട് ആയിരുന്നു ജയറാമിന്റെ അഭിനയ ജീവിതത്തിൽ നിർണായക സ്വാധീനം ചെലുത്തിയ മറ്റൊരു സംവിധായകൻ. കുടുംബചിത്രങ്ങളുടെ സംവിധായകനും കുടുംബങ്ങളുടെ നായകനും ഒത്തുചേർന്നപ്പോഴെല്ലാം പ്രേക്ഷകർ തിയേറ്ററുകളിലേക്ക് ഒഴുകിയെത്തി. പൊന്മുട്ടയിടുന്ന താറാവ്, മഴവിൽ കാവടി, യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, മനസ്സിനക്കരെ, വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ, കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ, തൂവൽ കൊട്ടാരം, സന്ദേശം തുടങ്ങിയ ഈ കൂട്ടുകെട്ടിൽ പിറന്ന ചിത്രങ്ങളൊക്കെയും കാലാതിവർത്തികളായി ജനങ്ങളുടെ ഇഷ്ട സിനിമകളായി നിലനിൽക്കുന്നു. ടെലിവിഷൻ ചാനലുകളിൽ ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ ഈ സിനിമകളുടെ റേറ്റിംഗ് ഇന്നും മുൻപന്തിയിലാണ്. വേണ്ട, സാറ് കഴിക്കാൻ ഞങ്ങൾ ഡ്യൂട്ടിയില്ല. ഞങ്ങൾ ഡ്യൂട്ടി കഴിഞ്ഞേ വാട്ടീസ് അടിക്കത്തുള്ളൂ. കരിയറിന്റെ ഏറ്റവും നല്ല സമയത്ത് ഏറ്റവും മികച്ച സിനിമകൾ ചെയ്യാൻ സാധിച്ചു എന്നതാണ് ജയറാമിന്റെ നേട്ടം.
കാലം എത്ര കടന്നു പോയാലും അത്തരം സിനിമകളോടുള്ള ജനങ്ങളുടെ ഇഷ്ടം കുറയുന്നില്ല. ഈ ചിത്രങ്ങളാണ് ജനമനസ്സുകളിൽ ജയറാം എന്ന നടനെ തിളക്കത്തോടെ നിലനിർത്തുന്നത്. ഇടയ്ക്ക് കരിയറിൽ താഴ്ച സംഭവിക്കുമ്പോഴും ജനഹൃദയങ്ങളിൽ ജയറാമിന്റെ തിളക്കത്തിന് കോട്ടം വരാതിരിക്കാനും കാരണം ഈ ചിത്രങ്ങളാണ്. തങ്ങളിൽ ഒരാളായി ജയറാമിനെ ജനങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നു എന്നതിന് തെളിവ് കൂടിയാണ് ഇത്. അല്ല ഇതെന്ത് കൂത്ത്? കൂത്തല്ല, പുല്ലിപ്പായ. ഇവിടത്തെ കിടക്കലൊന്നും കിടക്കാൻ പാടില്ലെന്ന് നിങ്ങളല്ലേ പറഞ്ഞത്? അതിനാണ് ഇത്. സിനിമയിൽ സജീവമായി നിന്നുകൊണ്ട് തന്നെ മറ്റു മേഖലകളിലും തിളങ്ങുവാൻ സാധിക്കുക എന്നത് എല്ലാ നടന്മാർക്കും പറ്റുന്ന കാര്യമല്ല. അവിടെയും ജയറാം വ്യത്യസ്തനാണ്. ജയറാമിന്റെ താരപ്രഭ സിനിമയ്ക്ക് പുറത്തേക്കും വ്യാപരിച്ചിരിക്കുന്നു. സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന ഏതൊരു സൂപ്പർ സ്റ്റാറിനും സിനിമയാണ് എല്ലാം. സിനിമയുമായി ബന്ധമുള്ളതല്ലാതെ മറ്റൊരു മേഖലയെക്കുറിച്ചോ മറ്റൊരു ജോലിയെക്കുറിച്ചോ ആരും തന്നെ ചിന്തിക്കാറില്ല. എന്നാൽ ജയറാമിന്റെ കാര്യം വളരെ വ്യത്യസ്തമാണ്. സിനിമയെ മാറ്റി നിർത്തിയാൽ പോലും ജീവിതം വളരെ സജീവമായി ആസ്വദിക്കുന്ന വ്യക്തിയാണ് ജയറാം. മിമിക്രിക്കാരനായും ആനക്കമ്പക്കാരനായും മേളക്കാരനായും കർഷകനായും ജയറാം നിറഞ്ഞു ജീവിക്കുന്നു. ഒരു ശരാശരി മലയാളിയുടെ ഇത്തരം മനോഭാവം ഉള്ളതുകൊണ്ടായിരിക്കണം മലയാളികൾക്ക് ഒരു പ്രത്യേക ഇഷ്ടമാണ് ജയറാമിനോട്. രമാദേവി ഇറക്ക്. ഒറ്റയ്ക്ക് ഇറക്കണ്ട, നമുക്ക് ഒരുമിച്ച് ഇറക്കാം. അല്ലാതെ നീ മാത്രമായിട്ടൊക്കെ സൂചിക്കണ്ട. നീ അത് ഇന്ത്യൻ ഓയിലിന്റെ ഡയറക്ടർ. ഇന്ത്യൻ ഓയിൽ നിന്റെ അച്ഛൻ വേലാണ്ടി ഇറക്കണം. സിനിമയിൽ എത്തുന്നതിന് മുൻപ് ജയറാം ഒരു പ്രൊഫഷണൽ മിമിക്രി കലാകാരനായിരുന്നു. പിൽക്കാലത്ത് സിനിമയിലും ഒരു മിമിക്രി കലാകാരനായി അഭിനയിക്കുവാൻ ജയറാമിന് സാധിച്ചിട്ടുണ്ട്. 1989 TK രാജീവ് കുമാറിന്റെ സംവിധാനത്തിൽ പുറത്തു വന്ന ചാണക്യൻ എന്ന സിനിമയിലാണ് ജയറാം ഒരു മിമിക്രി കലാകാരനായി അഭിനയിച്ചത്. അതിലുമേറെ കൗതുകം ജയറാം അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ പേരും ജയറാം എന്ന് തന്നെയായിരുന്നു. കമൽഹാസൻ ആയിരുന്നു ചിത്രത്തിലെ നായകൻ. ആ വർഷത്തെ വിജയചിത്രങ്ങളിൽ ഒന്നായി മാറി ചാണക്യൻ. പ്രശസ്ത സംഗീത സംവിധായകൻ AR റഹ്മാൻ കീബോർഡ് ആർട്ടിസ്റ്റായി വർക്ക് ചെയ്തു എന്ന പ്രത്യേകതയും ഈ സിനിമയ്ക്കുണ്ട്. മോഹൻ സിത്താരയായിരുന്നു സംഗീതം. വേണ്ട, ഇനി ഒന്നും പറയണ്ട. എനിക്കെല്ലാം മനസ്സിലായി. ഞാൻ തെറ്റ് ചെയ്തു. നല്ല നാടൻ കത്തിയുണ്ടാവും പറഞ്ഞ ഈ വീട്ടിലെടുക്കാൻ. എന്താ വേണോ? വേണം. അതെടുത്ത് നിങ്ങൾ തന്നെ എന്റെ 2 കൈ ഒന്ന് വെട്ടിക്കള. ജയറാമിന്റെ കരിയറിലെ ഏറ്റവും വലിയ വിജയ ചിത്രങ്ങളിൽ ഒന്നായിരുന്നു മേലെപ്പറമ്പിൽ വീട്. ഇന്നത്തെ തലമുറക്കിടയിലും വലിയ ഫാൻ ബേസ് ഉള്ള ആ ചിത്രം അന്ന് നിർമ്മിച്ചത് മാണി സി കാപ്പനായിരുന്നു. 2012 അദ്ദേഹം ബോറോലാർ ഗോർ എന്ന പേരിൽ ആസാമി ഭാഷയിലും ഈ ചിത്രം റീമേക്ക് ചെയ്തു. എന്നാൽ ബംഗാളികൾക്കും ചിത്രം മനസ്സിലാകുന്നതിന് വേണ്ടി ബംഗാളി ഭാഷയിൽ സബ്ടൈറ്റിലോട് കൂടിയാണ് ചിത്രം റിലീസ് ചെയ്തത്. അങ്ങനെ മറ്റൊരു ഭാഷയിലെ സബ്ടൈറ്റിലോടുകൂടി റീമേക്ക് ചെയ്യപ്പെട്ട ആദ്യ ചിത്രം എന്ന റെക്കോർഡും ജയറാം നായകനായ മേലെപ്പറമ്പിൽ വീട് സ്വന്തമാക്കി. എഴുന്നേറ്റ് എന്തിനാന്ന് എനിക്കറിയാം. അത് മനസ്സിലിരിക്കുള്ളൂ. ഇത് മനസ്സിൽ വെക്കാൻ പറ്റില്ല. പറ്റില്ലേ? ഇല്ല, ഞാൻ സമ്മതിക്കില്ല. എനിക്കിതിന് നിന്റെ സമ്മതം ആവശ്യമില്ല. യ്യോ, എനിക്കൊന്ന് മൂത്രം ഒഴിക്കണം. താൻ അഭിനയിക്കാതെ അഭിനയിച്ച ഒരു ചിത്രമുള്ള ഒരേയൊരു സൂപ്പർ താരം ജയറാം മാത്രമായിരിക്കും. ദിലീപിന്റെ വെട്ടം സിനിമയിലാണ് സംഭവം. പ്രിയദർശൻ സംവിധാനം ചെയ്ത ഈ ദിലീപ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷനോട് ചേർന്ന് തന്നെ ജയറാം നായകനായ മറ്റൊരു സിനിമയുടെ ഷൂട്ടിംഗും നടക്കുന്നുണ്ടായിരുന്നു. തന്റെ ധാരാളം സുഹൃത്തുക്കൾ ജോലി ചെയ്യുന്ന വെട്ടം സിനിമയുടെ ലൊക്കേഷനിലേക്ക് ജയറാം പലപ്പോഴും എത്തുകയും പല കാര്യങ്ങൾക്കും സഹകരിക്കാറുമുണ്ടായിരുന്നു. അങ്ങനെയാണ് കലാഭവമണിയും കൊച്ചിൻ ഹനീഫയും ഒരു കാറിലേക്ക് കയറാൻ ശ്രമിക്കുന്ന രംഗത്തിൽ ജയറാം ആ കാറിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ വെറുതെ ഇരിപ്പുറപ്പിച്ചത്. ആ രംഗത്ത് ജയറാമിന്റെ കൈ മാത്രമേ വ്യക്തമാകുന്നുള്ളൂ എങ്കിലും പ്രേക്ഷകർ അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞു. താരമൂല്യത്തിനും അപ്പുറം സിനിമയോടും സൗഹൃദങ്ങളോടുമുള്ള തന്റെ താല്പര്യമാണ് ജയറാം ഇവിടെ കാണിക്കുന്നത്. ഇതൊന്നും അല്ല ചേട്ടാ ഇഷ്യൂ. അത് ശരി, പിന്നെ നിന്നെ എന്തുകൊണ്ട് കൊള്ളാടാ. അതെ, ഞാൻ വരുമ്പോ ലേറ്റ് ആവും. ആ കഥവ് കുറ്റിയിടാതെ നോക്കണേ. ഈ അണ്ടിപ്പരിപ്പും കൊണ്ടിരിക്കോ, വളരെ നല്ലതാ. എന്തിന്? എല്ലാത്തിനും. വലിയ വിജയം നേടിയ ജയറാം സിനിമകളിൽ ഒന്നായിരുന്നു പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ. കാഴ്ചക്കാരുടെ മനസ്സിൽ ഇന്നും ആ ചിത്രം തങ്ങി നിൽക്കുന്നു. എന്നാൽ ചിത്രത്തിന്റെ ആദ്യ കഥാരൂപം നാം ഇന്ന് കാണുന്നതല്ലായിരുന്നുവെന്ന് പലർക്കും അറിയില്ല. നാട്ടിലെ പ്രമാണിമാരായ ഒരു കുടുംബക്കാർ നടത്തുന്ന ബസ് സർവീസിൽ കിളിയായി ജോലി നോക്കുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു കഥയിലെ നായകൻ. മുതലാളിമാരുടെ പെങ്ങളുടെ സൗകര്യത്തിനായി ആ വീടിന്റെ മുൻപിൽ നിർത്തിയിടുന്ന, അവളെ കോളേജിൽ കൊണ്ടുപോയി ഇറക്കിവിടുന്ന ആ ബസ് സർവീസിലെ രസകരങ്ങളായ കാര്യങ്ങളായിരുന്നു ആ ചിത്രത്തിന്റെ ആദ്യ കഥയിൽ ഉണ്ടായിരുന്നത്. മലയാള സിനിമയിലെ ഏറ്റവും ഉയരമുള്ള നായകന്മാരിൽ ഒരാളാണ് ജയറാം. മുഖസൗന്ദര്യത്തിന്റെ കാര്യത്തിലും ജയറാം മുൻപന്തിയിലാണ്. എന്നാൽ കരിയറിന്റെ ആദ്യ നാളുകളിൽ ജയറാം നന്നേ മെലിഞ്ഞിട്ടായിരുന്നു. ജയറാമിന്റെ ഒട്ടിയിരിക്കുന്ന കവിളിനെ പറ്റി താൻ ഗുരുസ്ഥാനത്ത് കാണുന്ന സംവിധായകൻ പത്മരാജൻ പോലും അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഒരു നായകനടനാവാൻ നല്ല കവിൾ വേണമെന്ന കാഴ്ചപ്പാടാണ് അന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഒട്ടിയ കവിളിന്റെ കാര്യത്തിൽ വലിയ വിഷമമായിരുന്നു ജയറാമിന്. അക്കാലത്ത് സാമാന്യം നല്ല രീതിയിൽ തന്നെ ജയറാം സിഗരറ്റ് വലിക്കുമായിരുന്നു.
കവിൾ കുറയാൻ സിഗരറ്റ് വലി ഒരു കാരണമാണ് എന്ന് മനസ്സിലാക്കിയ ജയറാം ആദ്യപടിയായി അത് ഉപേക്ഷിച്ചു. തനിക്ക് നല്ല കവിളുണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥനകൾ വരെ നടത്തിയിട്ടുണ്ടെന്ന് ജയറാം പിൽക്കാലത്ത് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യം ഒരു കുടം കള്ള്, അത് കഴിഞ്ഞിട്ടാവാം മറ്റെന്തും ആവാം. അതാണല്ലോ അവിടുത്തെ ശീലം. സേവിച്ചോളൂ. ഓ ഒരു തമാശ കഥ കയ്യിൽ കിട്ടിയാൽ അതിനെ പരമാവധി പൊലിപ്പിച്ച് രസകരമാക്കി അവതരിപ്പിക്കുന്നതിൽ അഗ്രഗണ്യനാണ് ജയറാം. അതുകൊണ്ട് തന്നെ പലപ്പോഴും വലിയൊരു സൗഹൃദ കൂട്ടായ്മ ജയറാമിന് ചുറ്റുമുണ്ടാകും. ജയറാമിനെ കേട്ടുകൊണ്ടിരുന്നാൽ മലയാളികൾക്ക് മടുക്കില്ല. ഞാൻ വൈകുന്നേരം മാർക്കറ്റിൽ പോയി നല്ല 2 മീൻ വാങ്ങിച്ചോണ്ടിരാം. എന്റെ മോള് നന്നായിട്ട് വെട്ടിക്കഴുകി നല്ല കുടംപുളിയൊക്കെ ഇട്ട് വറുത്തരച്ച് പറ്റിച്ച് നല്ല സ്റ്റൈലായിട്ട് വെക്കണം. മലയാളികളുടെ പ്രിയപ്പെട്ട നടൻ എന്നതിലുപരി മലയാളിയുടെ ഒരു പ്രതിരൂപമാണ് ജയറാം. ഒരു ശരാശരി മലയാളിയുടെ ഇഷ്ടങ്ങളെല്ലാം മനസ്സിൽ താലോലിക്കുന്ന ആളാണ് ജയറാം. ചെണ്ടമേളം, സദ്യ, ആന തുടങ്ങിയവയാണ് സിനിമ കഴിഞ്ഞ ജയറാമിന്റെ ഇഷ്ടങ്ങൾ. തന്റെ ഈ ഇഷ്ടങ്ങൾക്ക് വേണ്ടി പണവും സമയവും ചെലവഴിക്കുന്നതിൽ യാതൊരു മടിയും കാണിക്കാറില്ല ജയറാം. ശരി ശരി, മറ്റെന്തെങ്കിലും കരിമീൻ കിട്ടിയാൽ കുശാലായി. അരമണിക്കൂറിനുള്ളിൽ എല്ലാം റെഡി. ജയറാമിന്റെ ആനപ്രേമം വളരെ പ്രശസ്തമാണ്. ഒരു ആനയുടെ ഫോട്ടോ കണ്ടാൽ കൃത്യമായി അതേത് ആനയാണ് എന്ന് പറയുവാനുള്ള ജ്ഞാനമുള്ള വ്യക്തിയായിരുന്നു ജയറാം. പേരുകേട്ട ആനകളെ കാണുന്നതിനായി ഒരുപാട് ദൂരം യാത്ര ചെയ്യുകയും അതിനുവേണ്ടി പണവും സമയവും ചെലവാക്കുകയും ചെയ്തതിന് ഭാര്യയെ ശാസിച്ചത് ജയറാം തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ജയറാമിന് കണ്ണൻ എന്ന പേരിൽ സ്വന്തമായി ഒരു ആനയുണ്ടായിരുന്നു. ദീനം വന്ന് മരണമടയുന്നതിന് മുൻപ് ജയറാമിനൊപ്പം കണ്ണൻ ഒരു സിനിമയിലും അഭിനയിച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു? അഭിനയം കലക്കി, പക്ഷെ ലേശം ഓവറായോ എന്നൊരു സംശയം. ജീവിതത്തിൽ ആനപ്രേമിയായ ജയറാമിന് സിനിമയിലും ഒരു ആനപ്രേമിയുടെ കഥാപാത്രത്തെ അവതരിപ്പിക്കുവാൻ അവസരം കിട്ടിയിട്ടുണ്ട്. പ്രശസ്ത സംവിധായകൻ ജയരാജ് ഒരുക്കിയ ആനച്ചന്തം എന്ന സിനിമയായിരുന്നു അത്. തന്റെ സ്വഭാവവുമായി ഏറെ ചേർന്ന് നിൽക്കുന്ന കഥാപാത്രമായതുകൊണ്ട് തന്നെ ഏറ്റവും ഭംഗിയായി തനിക്ക് ആ ചിത്രത്തിൽ അഭിനയിക്കാൻ സാധിച്ചുവെന്ന് ജയറാം പറഞ്ഞിട്ടുണ്ട്. ആ ചിത്രത്തിനു വേണ്ടി ഒരു ആനപ്രേമിയുടെ നടപ്പും നോട്ടവും സംസാരവുമെല്ലാം ജയറാം എന്ന കലാകാരനിൽ ഭദ്രമായിരുന്നു. രമ്യ നമ്പീശൻ ആദ്യമായി നായികയായി അരങ്ങേറ്റം കുറിച്ച ചിത്രമായിരുന്നു ആനച്ചന്തം. ഈ സണ്ണിയാ പറയുന്നത് അച്ചായന്റെ വണ്ടിക്ക് 70,000 CC ആയി തന്നിരിക്കും. ജയറാമിനുള്ള മറ്റൊരു ഭ്രമമാണ് ചെണ്ടമേളം. മേളത്തെ ഭ്രാന്തമായി സ്നേഹിക്കുന്ന മറ്റു പലരെയും പോലെ കേവലം ആസ്വാദകൻ മാത്രമായി ഒതുങ്ങാൻ ജയറാം തയ്യാറായില്ല. ചെണ്ടമേളം അഭ്യസിക്കുകയും ഇന്ന് ജയറാമിന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ മുൻനിര വേദികളിൽ പലയിടത്തും ചെണ്ടമേളം അവതരിപ്പിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. പല്ലസന നന്ദകുമാർ, മാർഗി കൃഷ്ണദാസ്, മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ തുടങ്ങിയവരൊക്കെ ചെണ്ടയിൽ ജയറാമിന്റെ ഗുരുക്കന്മാരാണ്. ഇപ്പോൾ ഏതാണ്ട് എല്ലാ വർഷവും ജയറാമിന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ പ്രശസ്തമായ പല ക്ഷേത്രങ്ങളിലും ചെണ്ടമേളം ഒരു അരങ്ങായി മാറിയിട്ടുണ്ട്. ഇത് ഇത്രയും വലിയ കുരിശാവുന്ന ഞാൻ ഓർത്തോ? അവന്റെ ഒരു ഒടുക്കലത്തെ ഐഡിയ. ചെറുപ്രായത്തിലെ തന്റെ ചെണ്ടപ്രേമത്തെ പറ്റി ജയറാം പറഞ്ഞത് ചെണ്ടപ്പുറത്ത് കോല് വീഴുന്നത് എവിടെയായാലും താൻ ഇവിടെ ഉണ്ടാകുമെന്നാണ്. തന്റെ ഈ ചെണ്ടപ്രേമവും അതിലുള്ള വൈദഗ്ധ്യവും സിനിമയിലും ജയറാമിന് ഗുണം ചെയ്തിട്ടുണ്ട്. ഒരു ചെണ്ട കലാകാരനായി സിനിമയിൽ അഭിനയിക്കുവാനും ജയറാമിന് സാധിച്ചിട്ടുണ്ട്. 1996 പുറത്തിറങ്ങിയ തൂവൽ കൊട്ടാരം എന്ന ചിത്രത്തിലായിരുന്നു അത്. മഞ്ജു വാര്യരും സുകന്യയുമായിരുന്നു ജയറാമിന്റെ നായികമാർ. ലോഹിതദാസിന്റെ രചനയിൽ സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത ആ ചിത്രം അക്കാലത്ത് വൻ വിജയമായി മാറുകയും 300ഓളം ദിവസം തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കുകയും ചെയ്തു. ഈ തവള പിടിക്കല് പട്ടി പിടിക്കലെന്നൊക്കെ പറയുന്ന പോലെ വളരെ ഈസി ആയിട്ടുള്ള പരിപാടിയാണല്ലോ ഈ വണ്ടി പിടിക്കൽ. ജയറാം സുരേഷ് ഗോപിക്കൊപ്പം അഭിനയിച്ച അനശ്വരമായ ഒരു ചിത്രമാണ് സമ്മർ ഇൻ ബത്ലഹേം. ഒരു ഡയറി ഫാം നടത്തുന്ന കഥാപാത്രത്തെയാണ് രസകരമായി ജയറാം ഇതിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. സിനിമയിൽ മാത്രമല്ല ജീവിതത്തിലും ഒരു ക്ഷീരകർഷകൻ കൂടിയാണ് ജയറാം. 60 എണ്ണത്തിൽ കൂടുതൽ പശുക്കളുള്ള വലിയൊരു ഫാമിന്റെ ഉടമ കൂടിയാണ് ജയറാം. ജയറാം മികച്ച രീതിയിൽ നടത്തുന്ന ഫാം മാതൃകാ ഫാമായി സർക്കാർ തെരഞ്ഞെടുക്കുകയും ചെയ്തു. ഈ അടുത്ത കാലത്ത് 2 വിദ്യാർത്ഥികൾ വളർത്തിയിരുന്ന പശുക്കൾ വിഷം ഉള്ളിൽ ചെന്ന് ജീവൻ നഷ്ടപ്പെട്ട വാർത്തയറിഞ്ഞ് ആ കുട്ടികൾക്കരികിലേക്ക് ഓടിയെത്തുകയും അവരെ സമാധാനിപ്പിക്കുകയും സൗജന്യമായി പശുക്കളെ നൽകുകയും ചെയ്ത് ജയറാം മാതൃകയായി. ലോറൻസ് ഏട്ടൻ ഏത് വിഗ്രഹത്തെ തലയിൽ വെച്ചാലും നല്ല മാച്ചാണ്. എടാ സുഖിച്ചുട്ടോ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ മലയാളത്തിലെ മുൻനിര നായികമാരിൽ ഒരാളായ പാർവതിയെ പ്രണയിച്ച് വിവാഹം കഴിക്കുകയായിരുന്നു ജയറാം. ജയറാമിന് 2 മക്കളാണ്, മാളവികയും കാളിദാസും. കാളിദാസിന് ജയറാമിന്റെ മിമിക്രിയിലുള്ള കഴിവുകൾ ധാരാളമായി ലഭിച്ചിട്ടുണ്ട്. മലയാളത്തിലും തമിഴിലുമായി നിരവധി ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്ത് ഉയർന്നു വരുന്ന നടൻ കൂടിയാണ് കാളിദാസ്. എല്ലാം അങ്ങനെ അടക്കി പിടിച്ചോണ്ടിരുന്നോ? ആ പീരുമേട്ടിലെ പഴയ ബംഗ്ലാവും തോട്ടമൊക്കെ പൊന്നുമലയ്ക്ക് ആളുകൾ ചോദിച്ചല്ലേ. ധാരാളം രസകരങ്ങളായ വേഷങ്ങളുമായി നമുക്ക് മുന്നിലേക്ക് ജയറാം ചിത്രങ്ങൾ എത്തുന്നതിനായി കാത്തിരിക്കാം. ജയറാമിന്റെ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു താരത്തിന്റെ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ചിത്രം വിചിത്രം.
അതുവരേക്കും ഇറ്റ്സ് മീ RJ ശരത് സൈനിങ് ഓഫ്.